ഭയങ്കരമായിട്ട് നമ്മളെ ഇങ്ങനെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളതിൽ നമ്മളെ കറക്റ്റ് ഇതിൽ എത്തിക്കുന്നുണ്ട്. ഈ ചില സിനിമകൾ കണ്ട് ക്ലോസ്ട്രോഫോബിക് ആവുന്ന പോലെ ഈ പടം കണ്ടിട്ട് നമുക്കും അതിൻ്റെ ഇടയിലുള്ള നമുക്കും അയാൾ അനുഭവിക്കുന്ന പോലെ നമ്മൾ ഒരു വല്ലാത്തൊരവസ്ഥയിലാവും ഈ പടം കാണുമ്പോൾ. ഇപ്പൊ പറയണ ചോരയെ നീര് ഊറ്റിയെടുത്തെന്നുള്ള രീതിയിലാണ് ഇപ്പൊ പ്രത്യേക ഈ പടം ചെയ്തത്. ഇല്ല, ബുക്ക് വായിച്ചിട്ടില്ല. പക്ഷെ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ അതിന്റെ ചെറിയ പോർഷൻസ് ഒക്കെ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടില്ല. പടം അടിപൊളിയാണ്. എന്നാലും ആ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് കരുതി നമ്മൾ കാണുമ്പോൾ ഭയങ്കര ടച്ചിങ് ആണ്. ആക്ടിങ്ങും ഡയറക്ഷനും എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടച്ചിങ് ആയിട്ടുള്ളൊരു മൂവിയാണ് ശരിക്കും. അതും പൃഥ്വിരാജിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ കാണുമ്പോഴും ആ ഒരു ബോഡിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അതങ്ങ് ടച്ച് ചെയ്യുന്നുണ്ട്. നല്ല മൂവിയാണ്. ആ പുസ്തകത്തിൽ ഉള്ളത് മൊത്തവും വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് പലരും. അപ്പോൾ ഇനി ബുക്ക് വായിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഒക്കെ അടിപൊളി മ്യൂസിക്, എല്ലാ BGM എല്ലാം ഭയങ്കരമായിട്ട് നമ്മളെ ഇങ്ങനെ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളതിൽ നമ്മളെ കറക്റ്റ് ഇതിൽ എത്തിക്കുന്നുണ്ട്. ഉറപ്പായിട്ട് ഇനി വായിക്കണം. ഉണ്ട്. ആ ട്രാൻസ്ഫോർമേഷൻ്റെ ആ ഒരു സീനൊക്കെ ഫുൾ മൊത്തത്തിൽ കാണിക്കുമ്പോഴൊക്കെ അയ്യോ അങ്ങ് തീരെ. പൃഥ്വിരാജിനെ നമുക്കറിയാലോ, നല്ല ഫിസിക്കൊക്കെ ഉള്ള ഒരാളായിരുന്നു. നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബ്ലസ്സിന്റെ പടത്തിൽ കരിയർ ബെസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം ബെസ്റ്റ് പടാ. ഇതും ഗംഭീര പടാണ്. പൃഥ്വിരാജിന്റെ അവരുടെ ഇത്രയും വർഷത്തെ എഫേർട്ട് പേ ഓഫ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ഗംഭീരാണ്. എല്ലാ ടെക്നിക്കൽ സൈഡും ഇന്റർനാഷണൽ സ്റ്റഫ് തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത പടമാണ്. അത് ആദ്യം മുതൽ അവസാനം വരെ ഇതൊക്കെ ശരിക്കും ഒരാൾ ജീവിച്ച ജീവിതമാണല്ലോ എന്ന് ആലോചിച്ചും കൂടി പടം കാണുമ്പം വല്ലാത്ത എക്സ്പീരിയൻസ്. ഗംഭീര പടം. എല്ലാവരും എന്തായാലും വന്ന് കാണും. അത് നമ്മൾ അവിടെ മരുഭൂമിയിലാണ് എന്നൊരു തോന്നൽ വരും. നമുക്കൊരു ലെവൽ എത്തുമ്പോൾ നമുക്കും അനുഭവിക്കും. നമുക്കും ഈ ചില സിനിമകൾ കണ്ട് ക്ലോസ്ട്രോഫോബിക് ആവുന്ന പോലെ ഈ പടം കണ്ടിട്ട് നമുക്കും അതിൻ്റെ ഇടയിലുള്ള നമുക്കും അയാൾ അനുഭവിക്കുന്ന പോലെ നമ്മൾ ഒരു വല്ലാത്തൊരവസ്ഥയിലാവും ഈ പടം കാണുമ്പോൾ. അത്ര പോകുന്നില്ല തലേന്ന്. ബുക്ക് വായിച്ചിട്ടുള്ള ആളും കൂടിയാണ്. അപ്പോൾ ബുക്കിനോട് 100% നീതി പുലർത്തിയ എന്നാൽ പക്ക അതുപോലെ അങ്ങ് അതിലെ കാര്യങ്ങൾ തന്നെയാണ് കാണിച്ചത്. പക്ഷേ എല്ലാം കാണിക്കാനുള്ള സ്പേസ് ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പം ഒരു വിഷ്വലി ഗംഭീരമായിട്ട് കൺസീവ് ചെയ്തിട്ടുള്ള ഒരു ഗംഭീര പടം. മൂവി അടിപൊളിയായിരുന്നു. ശരിക്കും ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. കാരണം പൃഥ്വിരാജിൻ്റെ വർക്കൊക്കെ അടിപൊളിയായിരുന്നു. പൃഥ്വിരാജ് ശരിക്കും ഡെഡിക്കേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ബ്ലസ്സി സാറിൻ്റെ ഡയറക്ഷൻ വാസ് സൂപ്പർ. കാരണം ആ ഓരോ ഈച്ച് എവറി സീനിൽ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഓരോ എക്സ്പ്രഷനും. പൃഥ്വിരാജ് കൂടുതലായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ പൃഥ്വിരാജിനെ കുറിച്ചാണ്. കാരണം രാജുവേട്ടൻ ശരിക്കും ഡെഡിക്കേറ്റ് ചെയ്ത് ആ ഈ ഒരു പടത്തിന് വേണ്ടി പുള്ളി ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇത് നമുക്ക് ആ പടത്തിൽ കാണാനുമുണ്ട്. കാരണം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് ശരിക്കും അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തതാണ്. കാരണം ഇപ്പോൾ പറയുന്നത് ചോരയെ നീര് ഊറ്റിയെടുത്തെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പൃഥ്വിരാജ് ഈ പടം ചെയ്തത്. അത് ആ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്. ആ ബുക്ക് വായിച്ചതാണ് ഞാൻ. അതുകൊണ്ട് ആ ബുക്കിന്റെ അപ്പുറമാണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ കിട്ടിയത്. അതിന്റെ ഒരു നല്ലൊരു ഇതായിരുന്നു. ബ്ലസ്സി സാറിന്റെ ഒരു നല്ലൊരു ട്രീറ്റ് തന്നെയായിരുന്നു. ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് പറയാനുള്ളത്. അമല പോളുമായിട്ടും ഉള്ള സീൻസ് കുറവാണ്, എന്നാൽ പോലും നല്ല ഇതായിരുന്നു.